ഇന്നൊരു ഈസി സേമിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. അത് നമുക്ക് കോളിഫ്ലവർ അല്ലെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കോളിഫ്ലവർ നമ്മൾ നേരാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ അത് നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഈ പൊടികളൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് പേസ്റ്റ് പോലെ ആക്കണം. അതിന് മുമ്പ് നമ്മൾ വേവിച്ച് ഈ കോളിഫ്ലവർ ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടത് നമ്മളതൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് മൈദ, ഇതൊക്കെ കുറച്ച് മതി കേട്ടോ. നമ്മൾ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുള്ളൂ. നമുക്ക് അതിനൊരു ബാറ്റർ ഉണ്ടാക്കാൻ തരത്തിലുള്ള പൊടികളൊക്കെ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതൊരു ലൂസ് പേസ്റ്റ് ആക്കി എടുക്കണം. എന്നാൽ നല്ല ലൂസാവാനും പാടില്ല, കുറച്ച് കുറുകിയിരിക്കണം. എന്നിട്ട് വേവിച്ച് മാറ്റി വെച്ച നമ്മുടെ കോളിഫ്ലവർ ഇതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. അത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടോ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3 വലിയ സവാള, തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങ ജ്യൂസുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലിൽ നമുക്കിത് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് സേമിയ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ചട്ടി വെച്ചത്. അപ്പോൾ ഈ ചട്ടിയിൽ ഫ്രൈ ചെയ്യൽ നടക്കുന്ന ലക്ഷണം കാണാനില്ല. അപ്പോൾ അത് ഒരു ഉപ്പേരി പരിവാകുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് ചട്ടി മാറ്റി ചീനച്ചട്ടി വെച്ച് അതിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം എടുത്തിട്ട് നമ്മുടെ ശിവാനു ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അവൾക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് അവളത് കഴിക്കുന്ന ലക്ഷണമില്ല. അപ്പോൾ മണമൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരി വേറെ എന്തോ ആണെന്ന് വിചാരിച്ച് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയാണ് ഇതൊക്കെ ഫ്രൈ ചെയ്ത് തന്നത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ കുഞ്ഞിക്കിളി കരഞ്ഞിട്ട് ഉറങ്ങായിരുന്നു. അപ്പോൾ അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ തന്നെ കുക്കിങ്ങിലേക്ക് കിടന്നു. എന്നിട്ട് നമ്മൾ ആ ഓയിലിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ച 3 സവാള ഉണ്ടല്ലോ, അത് നമ്മൾ വഴറ്റുകയാണ്. അത് വഴറ്റിയിട്ട് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റുകയാണ്. അതൊരു മീഡിയം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഒന്ന് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴന്ന് വരെ ഇളക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച എല്ലാ മസാലകളും ഇതിലേക്കും ഇടണം. അപ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റുകയാണ്. ഇപ്പം നമ്മളിത് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മുടെ സേമിയ വേവിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിക്കുക കേട്ടോ. പിന്നെ നമുക്കിതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒഴിച്ച ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളായതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മൾ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സവാള ഒന്ന് വഴറ്റുകയാണ്. ഇത് നമ്മുടെ സേമിയ വേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സേമിയ ബിരിയാണിയാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ സേമിയ വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്താലാണ് സേമിയയിൽ പിടിക്കുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഉണ്ടല്ലോ, മറ്റ് കറുവപ്പട്ട, അതൊക്കെ നമ്മൾ പൊടിച്ചത്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ സേമിയയും കൂടെ ആഡ് ചെയ്യാം. അതിനിടയിൽ അമ്മയുടെ ഹെൽപ്പ് പിന്നെ നമുക്ക് വേണ്ടി വന്ന് നമുക്ക് ഒറ്റയ്ക്ക് ഇത് നടക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുഞ്ഞിക്കിൽ ഒന്നിനും സമ്മതിക്കുന്ന ലക്ഷണമില്ല. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് അവൾക്ക് അതിൻ്റെ ഒരു വാശിയുണ്ട്. പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവളോട് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും നമ്മൾ അവിടെ ശിവാനുവിനെ കൊട്ടയിൽ കൊണ്ടുവച്ചു. അവൾ 2 പേരും കൂടിയായി അവിടുത്തെ പരിപാടിയൊന്നും നടക്കില്ല. എന്നിട്ട് നമ്മളിത് പൊടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉപ്പുമാവ് സേമിയാണ് വാങ്ങിയത്, അതുകൊണ്ട് തന്നെ അത് നല്ല നൈസായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് വാർത്തു
അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അത് വാർത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോളിഫ്ലവറിലേക്ക് ഇത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു സംഭവം. നമ്മുടെ റെസിപ്പി റെഡിയായി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എനിക്കിത് അങ്ങനെ മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ആവി കയറ്റാം. കാരണം നമ്മൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തന്നെ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പരീക്ഷണമാണല്ലോ, എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. എന്നിട്ട് ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. അപ്പം അമ്മ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്തായാലും കോളിഫ്ലവർ വറുത്തത് കഴിക്കാത്ത ശിവാനു ഇത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ശിവാനുവിന് നമ്മുടെ സേമിയ ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.